ലോകത്ത് ഒരു അധ്വാനമില്ലാതെ ദോഷം തുറക്കാൻ പറ്റുന്ന അമലാണ് നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഉമ്മമാരതൊന്ന് ആലോചിക്കണം. വെള്ളം ചൂടാക്കാൻ വെച്ച് ചായപ്പൊടി ഇടാൻ പാകത്തിലാകുമ്പോഴേക്ക് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് വരാം എന്ന കണക്ഷൻ ടച്ച് ഫ്ലൈറ്റ് ടച്ച് ട്രെയിനായി നമ്മളെ നിസ്കാരത്തെ ഒരിക്കലും കണക്ട് ചെയ്യരുത്. അങ്ങനെ ചെയ്യരുത്. വേറെന്തെങ്കിലും ചെയ്യുന്നതിന്റെ ഇടയിൽ പോയി നിസ്കരിക്കുക, നിസ്കാരം കഴിഞ്ഞ ഉടനെ അത് ചെയ്യാം എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ ഇരുത്തത്തിന് അത്ര ഊക്കിട്ടൂല. വേഗം എണീക്കാൻ ഇങ്ങനെ വസ്വാസ് വന്നുകൊണ്ടിരിക്കും. ഫർളാണെങ്കിലും സുന്നത്താണെങ്കിലും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ കുറച്ച് അധിക സമയം ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. എങ്കിൽ നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു കിട്ടും. നമ്മളിപ്പോ ഇനി അടുത്തൊരു നിസ്കാരം നിർവഹിക്കാനുള്ളത് സുബഹിയായിരിക്കും. ഉദാഹരണം പറയുക, നിങ്ങൾ നാളെ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ഇന്നത്തെ വയൽ ഇങ്ങനെ ചെവിയിലടിക്കും. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ മലക്കളുടെ ദുആ ഉണ്ടാകും. ആ ചെവിയിൽ അടിച്ചിട്ട് ആ സൗണ്ട് ഇങ്ങനെ ചെവിയിൽ അലയൊലി ഉണ്ടാക്കുമ്പോ നമ്മൾ അവിടെ ഇരുന്നോക്കെ ഇബ്ലീസ് വിടൂല. ഇപ്പതല്ലേ കസേര അവിടെ കയറിയിരുന്നോ, ചൊല്ലിക്കോ, ഇവിടെ ഇരുന്നിട്ട് തന്നെ ആവണമെന്നുണ്ടോ? എന്തെങ്കിലും തിരക്ക് പറഞ്ഞ് അസൗകര്യം പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് എഴുതിയിരിക്കും ഇബ്ലീസ്. കാരണം ഇബ്ലീസ് കാര്യമായിട്ട് നമ്മളെ കൊണ്ട് തെറ്റേൽപ്പിച്ചത് മൂപ്പരെ കൂടെ നരകത്തിൽ കമ്പനി ആയിട്ട് പോകാനല്ലേ. ഈ ദോഷം പുറത്താൽ മൂപ്പര് കുടുങ്ങിയല്ലോ, ഒറ്റ കൊണ്ടുവരും. നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം. മലക്കളെ ദുആ ലഭിക്കാൻ അതൊരു കാരണം.